ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഇഡിയോംസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇഡിയോം എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്? അപ്പോൾ നമ്മളിതിന് മുമ്പ് നോക്കിയിട്ടുണ്ട് ഒരു 10 ക്വസ്റ്റ്യൻ. അപ്പം ജസ്റ്റ് ഒരു റിവിഷൻ പോലെ 10 ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വേറൊരു ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട്. നമുക്ക് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ പോലെ കൂട്ടാം. ആദ്യമായി കാണുന്നവർ ജസ്റ്റ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഇഡിയോം എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്? എന്താണ്? എ വിസിബിൾ ബ്ലെസ്സിങ് ആണോ? ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, സംതിങ് ദാറ്റ് സീംസ് ബാഡ് ബട്ട് ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ അത് അവനത് സംഭവിച്ചല്ലോ, പക്ഷെ അത് കാരണം അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ദ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നമ്മുടെ മലയാളത്തിലൊക്കെ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇഡിയോം ആണ് ഇത്. റിലീജിയസ് സെറമണി, ഫോർച്ചുനേറ്റ് ആക്സിഡൻ്റ് ഒന്നുമല്ല. ഓക്കെ, വാട്ട് ഡസ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് മീൻ? ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡ് ദ മെയിൻ പോയിന്റ്, വർക്ക് ഇൻ എ ഗാർഡൻ, ഡിഫീറ്റ് ആൻ ഒപ്പണൻറ്റ്, സെർച്ച് ഫോർ സംതിങ്. അതായത് ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ ആൻസർ എ ആണ്. അവോയ്ഡ് ദ മെയിൻ പോയിന്റ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത്. ആ മെയിൻ പോയിന്റിന് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് ചാനൽ ചർച്ചയിലൊക്കെ കാണാം അല്ലേ? ആർക്കെതിരെയാണോ ആരോപണം അവർ മെയിൻ പോയിന്റ് ഒഴിവാക്കും. തൊഴിലില്ലായ്മയെ പറ്റിയാണെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് പിന്നെ മറ്റ് കാര്യങ്ങളായിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ഇനി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞത് എന്താണ് അർത്ഥമാക്കുന്നത്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ഒരു റെയർ ഇവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? എവരി മന്ത്, വെരി ഫ്രീക്വൻ്റ്ലി, വെരി റയർലി അതാവാനാ സാധ്യത. എവരി നൈറ്റ് അല്ല, വെരി റയർലി. അതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. കറക്റ്റ് ഹെഡ് തന്നെ, നെയിലിൻ്റെ ഹെഡിൽ തന്നെ കറക്റ്റ് അടിക്കുക എന്ന് പറയുന്നത് എന്താണ്? സ്ട്രൈക്ക് വിത്ത് എ ഹാമർ, ഡു കാർപ്പൻട്രി വർക്ക്, സേ ഓർ ഡു എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് കാര്യം ചെയ്യുന്നതിനാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അവൻ പറഞ്ഞതാ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ദി ഇഡിയോം ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ മീൻസ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, വേസ്റ്റ് ഇലക്ട്രിസിറ്റി, വർക്ക് ഓർ സ്റ്റഡി ലേറ്റ് ഇൻ ടു ദ നൈറ്റ്, സെറ്റ് ഫയർ ടു സംതിങ്, സ്ലീപ്പ് ലേറ്റ്. ഇതിലേതാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ? ഓയിൽ ഒരു സംഭവം നമ്മുടെ ഫ്യൂവലാണ്. അത് പതിരാത്രി ബേൺ ചെയ്ത് കളയുക. അതെന്താ? വർക്ക് ചെയ്യുന്നതിനായിരിക്കും പറയുള്ളൂ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബി ആണ് ആൻസർ. ഇനി ആറാമത്തത്, എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമുക്കിവിടെ പീസ് ഓഫ് കേക്ക്, അപ്പോൾ എ ഡെലിഷ്യസ് ഡെസേർട്ട്, സംതിങ് വെരി ഈസി ടു ഡു, എ ബർത്ത്ഡേ സെലിബ്രേഷൻ, ആൻ എക്സ്പെൻസീവ് ഐറ്റം. അതെന്ന് പറഞ്ഞാൽ സംതിങ് വെരി ഈസി ടു ഡു എന്നാണ് പീസ് ഓഫ് കേക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് മൈ പീസ് ഓഫ് കേക്ക്, ഇറ്റ് നോട്ട് യുവർ പീസ് ഓഫ് കേക്ക് എന്നൊക്കെ പറയാറുണ്ട്. അതെനിക്ക് ചെയ്യാവുന്നുള്ളൂ, നീ അത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് യുവർ പീസ് ഓഫ് കേക്ക്, ഇറ്റ്സ് വെരി ഈസി ടു ഡു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി ഇഡിയോം ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് എന്താണ്? റിലീസ് എ പെറ്റ്, റിവീൽ എ സീക്രട്ട് ആക്സിഡൻ്റലി, ലൂസ് ആൻ ആനിമൽ, ക്യാച്ച് എ തീഫ്. ഇതിലേതാണ്? റിവീൽ എ സീക്രട്ട് ആക്സിഡൻ്റലി, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക്? ഓക്കെ, തുളുമ്പിപ്പോയ പാലിന് വേണ്ടി കരയുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥ. അതായത് എന്താ? സ്പിൽ ദ മിൽക്ക് ഇൻറ്റൻഷനലി, റിഗ്രറ്റ് സംതിങ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്, വേസ്റ്റ് ഫുഡ്, കംപ്ലൈൻറ്റ് വിത്തൗട്ട് റീസൺ. എന്താണ്? തുളുമ്പിപ്പോയ പാലിന് വേണ്ടി നീ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണേ എന്തായിരിക്കും? റിഗ്രറ്റ് സംതിങ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, അത് സംഭവിച്ചു പോയി, ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ ക്ലൗഡ് 9 മീൻസ് എന്താണ്? ഓൺ ക്ലൗഡ് 9 മീൻസ് ഫ്ലൈയിങ് ഇൻ ആൻ എയർക്രാഫ്റ്റ്, ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി, ലിവിങ് ഓൺ എ മൗണ്ടൻ, ഫീലിംഗ് സ്ലീപ്പി. എന്താണ്? ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി. ഓൾ റൈറ്റ്. വാട്ട് ഡസ് കിൽ 2 birds വിത്ത് 1 stone? ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ നമ്മൾ പറയും. എന്താണ്? 100 birds achieve 2 objectives with 1 action, solve one problem twice, waste effort. എന്താണ്? achieve 2 objectives with 1 action. ഓക്കെ,
ആൻഡ് ഇഡിയോം പുൾ സംവൺസ് ലെഗ്. പുൾ സംവൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻജോർ സംവൺ, ടീസ് ഓർ ജോക്ക് വിത്ത് സംവൺ, ഹെൽപ്പ് സംവൺ വാക്ക്, സ്റ്റോപ്പ് സംവൺ ഫ്രം റണ്ണിങ്. എന്താണ്? ടീസ് ഓർ ജോക്ക് വിത്ത് സംവൺ. ഓക്കെ. ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. പന്ത് ഇപ്പം നിന്റെ കോർട്ടിലാണല്ലോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യുവർ ടേൺ ടു ടേക്ക് ആക്ഷൻ. അത് തന്നെയാണ് എൻ്റെ ആൻസർ. ഓക്കെ. The idiom see eye to eye means what? See eye to eye. Look directly in someone's eyes, watch carefully, agree with someone, avoid an argument. See eye to eye, agree with someone. Okay. What is the meaning of miss the boat? Miss the boat എന്ന് പറഞ്ഞാൽ miss a ship journey, lose an important opportunity, arrive early, go on vacation. എന്താണ് miss the boat എന്ന് പറഞ്ഞാൽ? lose an opportunity, important opportunity. The idiom break the ice. Break the ice എന്ന് പറയുന്നത് break the frozen water, start a conversation in a social situation, damage something, end a friendship. Start a conversation in a social situation. അതാണ്. What does bite the bullet mean? Shoot someone, face a difficult situation with courage, swallow medicine, win a battle. എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? bite the bullet, face a difficult situation with courage. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഫിസിക്കൽ ഇഞ്ചുറി ആണോ? ബി വെരി എക്സ്പെൻസീവ് ആണോ? റിക്വയർ ഹാർഡ് വർക്ക് ആണോ? ബി ഇമ്പോസിബിൾ ആണോ? കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. കാര്യം ചെയ്യണമെങ്കിൽ ഒരു കയ്യും കാലും പോയതുപോലെയൊക്കെയാണ് അവസ്ഥ എന്നുള്ള രീതിയിൽ. അതാണ് എന്താ? വെരി എക്സ്പെൻസീവ്. വെരി എക്സ്പെൻസീവ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഇഡിയോം അണ്ടർ ദ വെദർ? അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ഇൻ റെയിൻ ആണോ? ഫീലിംഗ് അൺവെൽ ആണോ? ട്രാവലിംഗ് ഡ്യൂറിങ് ബാഡ് വെദർ ആണോ? ഫീലിംഗ് എനർജറ്റിക് ആണോ? അണ്ടർ ദ വെദർ. അപ്പോൾ മഴപ്പനിയാണെന്നൊക്കെ പറയില്ലേ? ഓ, മഴപ്പനിയാണ് എന്നൊക്കെ പറയുന്ന ആ വെദറിൽ വരുന്ന ഒരു പനി, അതായത് ഫീലിംഗ് അൺവെൽ, ആ വെദറിൽ വരുന്ന ഡിസീസിനെയാണ് നമ്മൾ അങ്ങനെയാണ് ഇതിന് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. The idiom spill the beans. Spill the beans means cook food ആണോ? Reveal confidential information ആണോ? Waste groceries ആണോ? Plant seeds ആണോ? Reveal the confidential information. അതാണ് spill the beans means. What does call it a day means? Celebrate a festival, stop working for a day, wake up early, plan the next day. Stop working for the day ആണ് കറക്റ്റ് ആൻസർ. Call it a day. ഓക്കെ, ഇന്നൊരു ദിവസം ഒന്ന് നമുക്കങ്ങ് കൂട്ടാം എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ പണി കഴിഞ്ഞു, അത് തന്നെ. ആൻഡ് ദ ഇഡിയോം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് വാട്ട്? റിട്ടൺ ഓർ പ്രിന്റഡ് ക്ലിയർലി, കളർലെസ്, വെരി ഓൾഡ്, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇതിൻ്റെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ഓർ പ്രിന്റഡ് ക്ലിയർലി. അതിലിനി വേറെ കളേഴ്സ് വന്ന കൺഫ്യൂഷൻ ആവണമെന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിലിനി എന്താ കൺഫ്യൂഷൻ? അപ്പോൾ ക്ലിയർ ആയിട്ട് റൈറ്റും പ്രിന്റും ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. പിന്നെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്സ്? അതിൻ്റെ ഒരു മീനിങ് എന്താണ്? ബൈ യൂസിങ് ഇൻ്റലിജൻസ്, ബൈ എ വെരി നാരോ മാർജിൻ, ബൈ ഫോഴ്സ്, ബൈ ചീറ്റിംഗ്. ഇതിലേതാ? ബി ആണ് ആൻസർ. അതായത് ജസ്റ്റ് ഒരു തലനാരിഴയ്ക്ക് പോയി, അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ കട്ടിയിലൊക്കെ പോയി എന്നൊക്കെ പറയുന്നില്ലേ, അത് ബൈ എ വെരി നാരോ മാർജിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ദ ഇഡിയോം എ സ്റ്റോം ഇൻ എ ടീ കപ്പ്, അതായത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ വെദർ ഡിസാസ്റ്റർ ആണോ? ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് ഓവർ എ സ്മോൾ മാറ്റർ ആണോ? എ ടീ പാർട്ടി, ഹെവി റെയിൻഫോൾ. ഇത് തന്നെയാണ്. ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് ഓവർ എ സ്മോൾ മാറ്റർ, ചെറിയൊരു കാര്യത്തിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അതിനാണ് ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സ്റ്റോം ഇൻ എ ടീ കപ്പ്. ഇനി അടുത്ത്, വാട്ട് ഡസ് ത്രോ ഇൻ എ ടവൽ മീൻ? ഓക്കെ. വാഷ് ക്ലോത്ത്സ്, അഡ്മിറ്റ് ഡിഫീറ്റ് ആൻഡ് ക്വിറ്റ്, സ്റ്റാർട്ട് എ കോമ്പറ്റീഷൻ, ക്ലിയർ ദ റൂം. ത്രോ ഇൻ ദ ടവൽ, അഡ്മിറ്റ് ഡിഫീറ്റ് ആൻഡ് ക്വിറ്റ്, അത് തന്നെയാണ്. അതാണ് എൻ്റെ ആൻസർ. ത്രോ ഇൻ എ ടവൽ. ദ ഇഡിയോം കീപ്പ് ആൻ ഐ ഓൺ മീൻസ് കീപ്പ് ആൻ ഐ ഓൺ, ഒരു കണ്ണ് വേണേ, അവൻ്റെ മേലൊരു കണ്ണ് വേണേ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അർത്ഥം എന്താ? വാച്ച് കെയർഫുള്ളി, അല്ലേ? നന്നായിട്ട് നോക്കിക്കോണം എന്നുള്ളതാണ്. അപ്പോൾ 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ഇഡിയോം അറ്റ് ദ 11th hour മീൻസ്? 11 o'clock എന്നാണോ? അറ്റ് ദ ലാസ്റ്റ് പോസിബിൾ മൊമെൻ്റ് എന്നാണോ? ഏർലി ഇൻ ദ മോർണിംഗ് ആണോ? ആഫ്റ്റർ ലോങ് ഡിലേ ആണോ? അറ്റ് ദ 11th hour.
ആ അവസാന സമയമാകുമ്പോൾ ഒന്ന് പറഞ്ഞേക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതിന്. 11 മണിക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇംഗ്ലീഷുകാർ ഉപയോഗിക്കും. എന്താ? ലാസ്റ്റ് പോസിബിൾ മൊമെൻ്റ് ആണ്. The idiom "a fish out of water" means a fish out of water, a fish caught by a fisherman, a person who feels uncomfortable in a new situation. അല്ലേ? അത് തന്നെയല്ലേ? എ സ്കിൽഡ് സ്വിമ്മർ ആണോ, എ പേഴ്സൺ ഹൂ ലൈക്സ് വാട്ടർ ആണോ? അതൊന്നുമല്ല. എ പേഴ്സൺ ഹൂ ഫീൽസ് അൺകംഫർട്ടബിൾ ഇൻ എ ന്യൂ സിറ്റുവേഷൻ. പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടി അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല ആ ഒരു ആദ്യത്തെ നാളുകളിൽ. അതാണ് ഫിഷ് ഔട്ട് ഓഫ് എ വാട്ടർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബാക്ക് ടു സ്ക്വയർ വൺ? ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണോ, ഗോ ടു എ പ്ലേ ഗ്രൗണ്ട് ആണോ, മൂവ് ഫോർവേഡ് ക്വിക്ലി ആണോ, റീച്ച് ദ ഡെസ്റ്റിനേഷൻ? ഏതാണ് ബാക്ക് ടു സ്ക്വയർ വൺ? ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ചങ്കരം പിന്നെയും തെങ്ങി തന്നെ എന്നുള്ള അവസ്ഥയാണ്. അതായത് ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെ ആദ്യം തൊട്ട് തുടങ്ങുന്ന അവസ്ഥയാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗദർ. Birds of a feather flock together means birds always fly in groups. People with similar interest stay together. അത് തന്നെയാണ് സംഭവം. അതായത് ഒരേ വാസനയുള്ള ആൾക്കാർ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവും, ഒരുമിച്ചായിരിക്കും അവർ നിൽക്കൽ. വാട്ട് ഡസ് ബേൺ വൺസ് ബ്രിഡ്ജ് മീൻ? ബേൺ വൺസ് ബ്രിഡ്ജ് മീൻസ് build a bridge, destroy future opportunity by someone's actions, cross a river, start a new business. അതായത് ആരെങ്കിലും കയറി ഒരു കുസൃതി എന്തെങ്കിലുമൊക്കെ ഒരു തരം കാണിച്ചിട്ട് അത് ബാക്കിയുള്ളവർക്കൊരു പ്രശ്നമായി മാറുന്നത്. ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യമായിരുന്നു, പക്ഷെ ഇവൻ വന്ന് ഇടപെട്ടത് കൊണ്ട് അത് ബാക്കിയുള്ളവർക്കും വിനയായി മാറി. ആ പരിപാടിയാണ് ബേൺ വൺസ് ബ്രിഡ്ജസ്, ഡിസ്ട്രോയ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ബൈ വൺസ് ആക്ഷൻ. The idiom "cross that bridge when you come to it" means, അതായത് ആ ബ്രിഡ്ജ് നീ ക്രോസ് ചെയ്യുന്നത് നിന്റെ അടുത്തത് വരട്ടെ, അത് നിനക്ക് അതിൻ്റെ അടുത്ത് വരേണ്ട ഒരു അവസ്ഥ വരട്ടെ, അപ്പോൾ ക്രോസ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ഒരു ടോണാണ് അതിന് വരുന്നത്. അതായത് ട്രാവൽ കെയർഫുള്ളി ആണോ, ഡീൽ വിത്ത് എ പ്രോബ്ലം ഓൺലി വെൻ ഇറ്റ് അറൈസസ്, ഏകദേശമാണ്. അവോയ്ഡ് ട്രാവലിംഗ്, അതും പറഞ്ഞിട്ടില്ല. ബിൽഡ് ബ്രിഡ്ജസ് ഇൻ അഡ്വാൻസ്, അതുമല്ല. ഡീൽ വിത്ത് എ പ്രോബ്ലം ഓൺലി വെൻ ഇറ്റ് അറൈസസ്, അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കട്ട് കോർണേഴ്സ്? മേക്ക് സംതിങ് റൗണ്ട്, ഡു സംതിങ് ചീപ്ലി ഓർ കെയർലെസ്ലി ടു സേവ് ടൈം ഓർ മണി, ടേക്ക് എ ഷോർട്ട് കട്ട് ത്രൂ എ റോഡ്, ഡിസൈൻ എ ബിൽഡിംഗ്. അതായത് കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ ശ്രദ്ധ കൊടുത്തും ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല. ജസ്റ്റ് അതങ്ങ് ഒന്ന് എൻട്രി ചെയ്താൽ മതി. അതിന് ഇനിയിപ്പോൾ ഇയാൾ എന്ത് പാസ്സാണോ മറ്റേതാണോ നോക്കണ്ട, ചുമ്മാ അങ്ങ് എൻട്രി കൊടുത്തോ എന്ന് പറയുന്ന ഒരു കെയർലെസ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെലക്ഷൻ ആണെങ്കിൽ തന്നെ അത് കൃത്യം 50 കിട്ടുന്ന 40 മുകളിലുള്ളൊരു കയറ്റിയരെ എന്നൊക്കെ പറയുന്ന അങ്ങനെ കെയർലെസ് ആയിട്ടുള്ളതാണ് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഇഡിയം ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹിറ്റ് ദ സാക്ക്, പഞ്ച് എ ബാഗ്, ഗോ ടു ബെഡ്, സ്റ്റാർട്ട് എക്സസൈസിങ്, ക്യാരി ലഗേജ്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഗോ ടു ബെഡ്, അതാണ് ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്നത്. വാട്ട് ഡസ് ഇൻ ഹോട്ട് വാട്ടർ മീൻ? ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് എ ഹോട്ട് ബാത്ത് ആണോ? ഇൻ ട്രബിൾ ഓർ ഡിഫിക്കൽട്ടി ആണോ? ലിവിങ് ഇൻ എ ഹോട്ട് പ്ലേസ് ആണോ? കുക്കിംഗ് ഫുഡാണോ? ഇൻ ഹോട്ട് വാട്ടർ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഇൻ ട്രബിൾ ഓർ ഡിഫിക്കൽറ്റി, അത് അനുഭവിച്ചതാണല്ലോ. ചൂടുവെള്ളത്തിൽ പൂച്ച വീഴുമ്പോൾ ആ ട്രബിളും ഡിഫിക്കൽറ്റിയും പൂച്ച അനുഭവിച്ചു. അതാണ് പിന്നെ പച്ചവെള്ളം കാണുമ്പോഴും ആ ട്രബിളും ഡിഫിക്കൽറ്റി ആണ് ഇതെന്നും പറഞ്ഞ് മാറുന്നത്. ഓക്കെ, ആൻഡ് ദ ഇഡിയം ജംപ് ദ ഗൺ. ജംപ് ദ ഗൺ മീൻസ് ഫയർ എ വെപ്പൺ ആണോ? ആക്ട് ടു സൂൺ ഓർ ബിഫോർ പ്രോപ്പർ ടൈം, വിൻ എ റേസ്, എസ്കേപ്പ് ഫ്രം ഡേഞ്ചർ. ഇതിലേതാണ് ജംപ് ദ ഗൺ? അതായത് തോക്കിക്കേറി വെടിവെക്കുന്ന പരിപാടി, ജംപ് ദ ഗൺ. ആക്ട് ടു സൂൺ ഓർ ബിഫോർ ദ പ്രോപ്പർ ടൈം, അല്ലേ? അത് തന്നെയാണ് ജംപ് ദ ഗൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നോ പെയിൻ നോ ഗെയിൻ? നോ പെയിൻ നോ ഗെയിൻ എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഈസ് നെസസറി ഫോർ സക്സസ്, അത് തന്നെ. ഇനി ഇഡിയം ഔട്ട് ഓഫ് ദ ബ്ലൂ മീൻസ്, അതെപ്പോഴും ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്, ഔട്ട് ഓഫ് ദ ബ്ലൂ. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുന്നതിനാണ് ഇവർ ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്നത്. സഡൻലി ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി.
ഇനി വാട്ട് ഡസ് പുൾ ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്? പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇട്ടാൽ എന്താണ്? റിസ്ക് കൂടും അല്ലേ? അപ്പം നമ്മൾ റിലേ ചെയ്യുന്ന ആ ഒരു ബാസ്ക്കറ്റ് ഓഫ് എഗ്ഗിന് മാത്രമാണ്. അതങ്ങ് പോയാൽ തീർന്നു, ഓൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ അതിനെന്താ പറയുക? ഗോ ഷോപ്പിംഗ് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ വൺ പ്ലാൻ ഓർ ഓപ്പർച്യൂണിറ്റി. അതല്ലേ ഒറ്റ പ്ലാൻ. അതായത് ഇപ്പം നമ്മൾ സിവിൽ സർവീസിന് പോവുകയാണെങ്കിൽ സിവിൽ സർവീസേ മാത്രമേ എഴുതുകയുള്ളൂ, ബാക്കി PSC മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല, എഴുതുന്ന പോലും ഇല്ല. അപ്പോൾ UPSC നമ്മൾ എഴുതി എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ പ്ലാൻ അവിടെ പോയി അല്ലേ? അതാണ് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. The idiom read between the lines means read between the lines എന്ന് പറഞ്ഞാൽ read carefully ആണോ, understand the hidden meaning ആണോ, skip some lines ആണോ, read loudly ആണോ? അതായത് understand the hidden meaning, അതാണ് read between the lines. He can read between the lines. ചില അഡ്വക്കേറ്റ്സിനോ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വേറെ കഴിവ് കുറഞ്ഞ അഡ്വക്കേറ്റ്സ് പറയുന്നതാണ് he can read between the lines. ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സിറ്റ് ഓൺ ദ ഫെൻസ്? സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ, ഫെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറിയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കാതെ നിഷ്പക്ഷമായിട്ടോ അല്ലെങ്കിൽ നടുക്ക് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ആൾക്കാരെ സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഔട്ട്ഡോർസ് ആണോ? റെഫ്യൂസ് ടു ടേക്ക് സൈഡ്സ് ഓർ മേക്ക് എ ഡെസിഷൻ. അത് തന്നെയാണ് ആൻസർ. ദ ഇഡിയോം ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് മീൻസ് ഓക്കെ, പക്ഷെ ഒരു ഫാക്റ്റ് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഒരല്പം കയ്പോട് കൂടി എന്ന് പറയുന്നത് പോലെ തന്നെ. അതായത് ഞാൻ ചെറിയ ഡൗട്ടോട് കൂടി അത് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ആഡ് സോൾട്ട് ടു ഫുഡ് ആണോ? ബിലീവ് സംതിങ് വിത്ത് കോഷൻ ഓർ ഡൗട്ട്. അത് തന്നെ ആൻസർ. വാട്ട് ഡസ് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മീൻസ്? ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഐസ്ബർഗിൻ്റെ ടിപ്പ് വളരെ കുറച്ച് എക്സ്പോസ്ഡ് ആവുള്ളൂ, ബാക്കി 90% 80% താഴെയായിരിക്കും. ഓഷൻ്റെ സീ ലെവലിൽ നിന്ന് താഴെയായിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ ടിപ്പ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ വലിപ്പം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഹൈയസ്റ്റ് മൗണ്ടൻ പീക്കാണോ? അല്ല. ഓൺലി എ സ്മോൾ വിസിബിൾ പാർട്ട് ഓഫ് മച്ച് എ ലാർജർ പ്രോബ്ലം അല്ലേ? അതാണ് കറക്റ്റ്. ആ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രേ കാണുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ 90% താഴെ കിടപ്പുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ ഒരു ചെറിയ ഒരു പാർട്ടേ നമ്മൾ കാണുന്നുള്ളൂ, അതാണ് അതിൻ്റെ അർത്ഥം. Through thick and thin means what? Through thick and thin. In all circumstances, good and bad. Walking through a forest. Become healthy. Traveling long distances. അതിൽ ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. കയറ്റത്തിലും ഇറക്കത്തിലും എല്ലാം കൂടെ നിന്ന ഒരാളെന്നൊക്കെ പറയില്ലേ? ഷീ വാസ് there with my through thick and thin എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരാശ്വാസത്തിന്. പിന്നെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടേൺ എ ബ്ലൈൻഡ് ഐ? ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബിക്കം ബ്ലൈൻഡ് ആണോ? ഇഗ്നോർ സംതിങ് ഡെലിബറേറ്റ്ലി. അത് കണ്ടിട്ടും കാണാതെ പോയതുപോലെയൊക്കെ ചിലർ പോകാറില്ലേ? അതിനൊക്കെയാണ് ടേൺ എ ബ്ലൈൻഡ് ഐ. അവൻ കണ്ടു നമുക്കറിയാം, പക്ഷെ കാണാത്ത പോലെ പോകുന്ന ഒരു പരിപാടി, ടേണിങ് എ ബ്ലൈൻഡ് ഐ. ദ ഇഡിയോം അപ്പ് ഇൻ ദി എയർ മീൻസ് അപ്പ് ഇൻ ദി എയർ മീൻസ് ഫ്ലൈയിങ് ഹൈ ആണോ? അൺസർട്ടൺ ഓർ അൺഡിസൈഡഡ് ആണോ? വെരി ഹാപ്പി ആണോ? വെരി എക്സ്പെൻസീവ് ആണോ? അപ്പ് ഇൻ ദി എയർ. അതിപ്പോഴും കയ്യാലപ്പുറത്താണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? കയ്യാലപ്പുറത്ത്, അതായത് നമുക്ക് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ കയറി എന്നും പറയുന്നുണ്ടല്ലോ. അതായത് ആരെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് എയറിലായി, അവൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല. അതായത് അൺസർട്ടൺ ഓർ അൺഡിസൈഡഡ്. ഓക്കെ, അപ്പ് ഇൻ ദി എയർ. What does weather the storm means? Weather the storm means എന്താണ്? Predict the weather ആണോ? Survive a difficult situation ആണോ? Successfully ആണോ? Weather the storm. Enjoy rainy season ആണോ? Travel during a storm ആണോ? Survive a difficult situation successfully. അതാണ് weather the storm. ഇനി idiom a wild goose chase means hunting birds ആണോ? Pointless or ഹോപ്പ്ലെസ് സെർച്ച് ആണോ? സക്സസ്ഫുൾ സ്റ്റോറി ആണോ? ആൻ എക്സൈറ്റിംഗ് അഡ്വഞ്ചർ ആണോ? എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ പോയിന്റ്ലെസ് ഓർ ഹോപ്പ്ലെസ് സെർച്ച്. ഇതെങ്ങോട്ടാ പോയി എവിടേക്കാ പറന്നു പോകാൻ പറ്റുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ പുറകെ പോവുക എന്നുള്ളത് വൈൽഡ് ഗൂസും കൂടെയാണ്. അപ്പം അതിൻ്റെ പുറകെ പോകുക എന്നുള്ളത് ഒരു പോയിന്റ്ലെസ് ഓർ ഹോപ്പ്ലെസ് സെർച്ച് ആണ്.
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ ഗസ് ഈസ് ആസ് ഗുഡ് ആസ് മൈൻ? ഓ, എന്നെപ്പോലെ തന്നെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആ, നിന്റെ ചിന്ത ഏകദേശം നമ്മൾ ഒരുപോലെ തന്നെ, നമ്മൾ വിചാരിച്ച ഒരുപോലെ തന്നെ എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഐ നോ ദ കറക്റ്റ് ആൻസർ, ഐ ഹാവ് നോ ഐഡിയ എയ്തർ. എനിക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വാക്യമാണ് യുവർ ഗസ് ഈസ് ആസ് ഗുഡ് ആസ് മൈൻ. അത് the idiom bark up the wrong tree. Bark up the wrong tree means what? Climb the wrong tree ആണോ? Make a wrong assumption or accuse the wrong person ആണോ? ഇത് തന്നെയാണ്. Make wrong assumption or accuse the wrong person. അതാണ് bark up the wrong tree എന്ന് പറയുന്നത്. What does add fuel to the fire mean? Add fuel to the fire. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി എന്താണത്? സ്റ്റാർട്ട് എ ഫയർ ആണോ? മേക്ക് എ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്, അതല്ലേ? എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ ആയിട്ട് ഇരിക്കുകയായിരിക്കും, അപ്പോൾ പിന്നെ വേറെ ആരെങ്കിലും വന്നാൽ അത് വീണ്ടും ബാഡ് സിറ്റുവേഷൻ ആംപ്ലിഫൈ ആക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും കാര്യം കൂടെ വന്ന് പറയും. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ, അയ്യോ എന്നാലും ഒറ്റ മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ മോളായിരുന്നില്ലേ, അവനങ്ങനെ പോയല്ലോ എന്ന് പറയുന്നത് അവനെ ആശ്വസിപ്പിക്കുകയല്ല, വീണ്ടും ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ആണ്. അവരെ പിന്നെയും വിഷമിപ്പിച്ച് അവർക്ക് വല്ല സുഖം കൂടി വരുത്തി വയ്ക്കും. അപ്പോൾ ഇത്രയും ഇഡിയോംസ് നമ്മളിന്ന് നോക്കി 50 എണ്ണം. അതിൽ ഏകദേശം 20 എണ്ണം, ആദ്യത്തെ 20 എണ്ണമൊക്കെ നമ്മൾ പണ്ടും ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് റിവിഷനായി കണക്ക് കൂട്ടുക. അപ്പോൾ നമ്മൾ മിക്ക ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഇംഗ്ലീഷാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.